ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചിപ്സ് എങ്ങനെയാണ് തയ്യാറാക്കി വെക്കാൻ പറ്റുന്നതെന്നാണ്. അപ്പം ഞാനിവിടെ ഇന്ന് കുറേ ഉരുളക്കിഴങ്ങ് തയ്യാറാക്കി വെക്കുന്നുണ്ട്. ഇപ്പം നല്ല ഉണക്കും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല ചൂടുണ്ട്, വെയിലുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്ന രീതിയിൽ എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ലേസ് അല്ലെങ്കിൽ കുറുക്കുറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുമ്പം അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് വറുത്ത് കൊടുക്കാൻ പറ്റും. ഒരു മയമോ ഒന്നുമില്ലാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ചിപ്സ് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്. ഈ രീതിയിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇവിടെ കിട്ടുന്നത് MP-യിൽ. പക്ഷേ നാട്ടിലൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എനിക്കറിയില്ല. നല്ല വെള്ള കളറിലുള്ളതും ചെറിയ ഉരുളക്കിഴങ്ങുണ്ട്. പക്ഷേ ഞങ്ങൾക്കിവിടെ കിട്ടുന്നത് ഇത് ഇച്ചിരി മധുരമുള്ള ഉരുളക്കിഴങ്ങാണ്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിവിടെ 5 കിലോയുടെ ഉരുളക്കിഴങ്ങാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പക്ഷേ ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ 4 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപ്പാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് വെള്ളത്തിലിട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളമൊക്കെ കലങ്ങുമ്പം അത് തെളിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പിറ്റ്കരി അങ്ങനെയാണ് ഇതിവിടെ ഹിന്ദിയിൽ പറയുന്നത്. മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങളുടെ പക്കലില്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താൽ മതിയെന്നാണ് പറയുന്നത്. അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ തയ്യാറാക്കുമ്പം ഈ ഒരു സാധനം ചേർക്കും. ഞാൻ ഒരു ശകലം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഈ 4 ഉരുളക്കിഴങ്ങിന് വേണ്ടി മാത്രമല്ല, 5 കിലോ ഉരുളക്കിഴങ്ങിന് വേണ്ടിയാണ് ഞാൻ അത്രയും ചേർത്തത്. അതൊരു ശകലം മാത്രം ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങ് കളർ പോകാതെ തന്നെ നല്ല വൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഇത് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്ലൈസർ അധികം മൂർച്ചയില്ലാഞ്ഞത് കൊണ്ട് അത് അരിയാൻ പറ്റിയില്ല, അതിൽ സ്ലൈസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനിത് ഈ ഒരു രീതിയിലുള്ള സ്ലൈസർ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ കയ്യിലുള്ളതല്ല, ഞാൻ വാങ്ങിച്ചതാണ് പുറത്തു നിന്ന്, അയൽവക്കത്തു നിന്ന്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള സ്ലൈസർ വെച്ച് ഏതാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ചിപ്സൊക്കെ, വാഴക്കായുടെ ചിപ്സ് തയ്യാറാക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. അപ്പം വാഴക്കായ ചെറുതാണ്, പക്ഷേ ഈ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പം ഒത്തിരി വലുതായതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്ലൈസറും വേണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി 5 കിലോയുടേത് അത് മൊത്തം ഞാൻ ഇവിടെ തയ്യാറാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തു. ഇത് കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കണം. അഥവാ രാത്രിയിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഇത് നമുക്ക് വാട്ടി വെയിലത്തിട്ടാൽ മതി. അപ്പം ഞാനിവിടെ കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി ഇതൊരു 5-6 പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം ഒന്ന് തെളിയുന്ന വരെ ഇത് കഴുകിയെടുക്കുമ്പം അത് നല്ല വെള്ളം തെളിഞ്ഞ് കഴിയുമ്പം നമുക്ക് വാട്ടിയെടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകിയെടുത്തു. ഇനി ഇത് നമുക്ക് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ ചരുവത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിന്നത് കുറേ ഉള്ളത് കൊണ്ട് വെളിയിൽ തന്നെയാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്, വാട്ടിയെടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതധികം വെന്ത് പോകാതെ തന്നെ സൂക്ഷിക്കണം. ഒന്ന് വാടിയാൽ മാത്രം മതി. നമ്മൾ കപ്പയൊക്കെ വാട്ടുന്നവരല്ലേ മലയാളികൾ, അതുകൊണ്ട് മലയാളികൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഇത് വാട്ടിയെടുക്കുന്നുള്ളത്. ആ രീതിയിലൊന്ന് വാട്ടിയെടുക്കാൻ ഞാനിത് കാണിക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാ ഭാഗങ്ങളും ഒന്ന് പിടിക്കാനായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് എനിക്കത് ഇങ്ങനെ ഒടിച്ച് കാണിക്കാൻ പറ്റില്ല. നമ്മളിതിങ്ങനെ ഒടിക്കുമ്പം നല്ലവണ്ണം അത് മനസ്സിലാകും വെന്തെന്നുള്ളത്. അപ്പം ഇത് നമുക്ക് കോരിയെടുക്കാം. എൻ്റെ കയ്യിൽ വലിയ തവിയില്ലാഞ്ഞതുകൊണ്ട് ചെറിയ തവി കൊണ്ടാണ് എടുത്തത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കുക. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് കോരിയെടുത്ത് ഇങ്ങനെ നമ്മൾ ഒടിച്ച് നോക്കുമ്പം ഇതുപോലെ ഒടിഞ്ഞു വരും.
ഈ ഒരു രീതിയിൽ നമുക്ക് വാട്ടിയെടുക്കണം. അധികം വെന്ത് പോകാൻ പാടില്ല. ഇനി നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഇവിടുത്തെ വെയിലിന് അനുസരിച്ച് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. ഇതിനി ഇങ്ങനെയല്ല, ഓരോന്നോരോന്നായിട്ട് തന്നെ അത് സെപ്പറേറ്റ് ആക്കിയിടണം. ഇത് വലിയൊരു ടാസ്ക്കാണ് വെയിലത്ത് പോയിരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് രാത്രിയിൽ ചെയ്ത് വെച്ചിട്ട് രാവിലെ നിരത്തിയിടുന്നതാണ് നല്ലത്. അങ്ങനെ ഞാനിത് ഒറ്റ ദിവസം കൊണ്ട് ഒന്ന് ഉണക്കിയെടുത്തു. ഇതുപോലെ നല്ലവണ്ണം ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് ചിപ്സ് തയ്യാറാക്കാം. അപ്പം ഞാൻ കുറച്ച് എണ്ണ മാത്രമേ വെച്ചിട്ടുള്ളൂ. അത്ര എണ്ണ മതി നമുക്ക് കുറേ ചിപ്സ് തയ്യാറാക്കാനായിട്ട്. ഇതിന് ഇട്ട ഉടനെ തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുക കുട്ടികൾക്ക്. തയ്യാറാക്കി ഇപ്പോൾ ഈ വെയിൽ സമയത്ത് തയ്യാറാക്കി വെച്ചാൽ മഴ സമയത്ത് കുട്ടികൾക്ക് ഇതുപോലെ വറുത്ത് കൊടുക്കാൻ നല്ലതാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുക. അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും നിങ്ങളെൻ്റെ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയും ഇവിടെ ചെറിയ ചെറിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഓക്കേ.